السلام عليكم ورحمة الله وبركاته مغفرته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله أما بعد മഹല്ലി രണ്ടാം വാല്യം പേജ് 3 വലിൽ വാഹിദത്തി സായിദത്തി അലൽ ഇശ്രീന വൽമിയത്തി 121 യാസ്തിയുള്ള ഒരൊട്ടകത്തിന് കണ്ട് ഖസ്തുമിനൽ വാജിബി നിർബന്ധമായെന്നുള്ളൊരു വിഹിതമുണ്ട്. 121 യാസ്തിയാലവിടെ നിർബന്ധമാകുക 3 ബിന്തുലബൂനാണെന്ന് പറഞ്ഞല്ലോ. ആ 3 ബിന്തുലബൂന് ഒരു വിഹിതം ഈ 120 ഏറിയ ഒന്നിന് 121 ഒട്ടകമുള്ളത്. എന്നാൽ ഈ 121 ഈ ഒന്നിനും ആ 3 ബിന്തുലബൂന്നുള്ളതായിരിക്കുന്ന ഒരു വിഹിതമുണ്ട്. ഇതാണ് പ്രബലമായ അഭിപ്രായം. വഖാലൽ ഇസ്തഖ്രിയു, എന്നാൽ ഇസ്തഖ്രിമാൻ പറയുകയാണില്ല, അങ്ങനെയല്ല. അപ്പം 121 ഒട്ടകമുള്ളതായിരിക്കുന്ന ആൾ 3 ബിന്തുലബും കൊടുക്കണം. ഈ ഒന്നിനക്ക് പ്രത്യേക ഒന്നുമില്ല. അപ്പം ഇങ്ങനെ 2 അഭിപ്രായമുണ്ട്. ഇസ്തഖ്രിയുവിൻ്റെ അഭിപ്രായം ആ വാഹിദത്തിനക്ക് ഖിസ്ത് ഉണ്ട് ഇല്ലയെന്നും അല്ലാത്തൊരിടക്കലുണ്ടെന്നും അതിൻ്റെ മേൽ തഫ്രിയ എന്ന് നോക്കുമ്പോൾ ഫലു തലിഫത്ത് നശിച്ചു പോയാൽ വാഹിദത്തുൻ ഒരൊട്ടകം നശിച്ചു പോയി. 121 ഒട്ടകത്തിൽ നിന്ന് ഒരൊട്ടകം നശിച്ചു പോയി. ബാദൽ ഹൗലി വക്കബലത്തമക്കുനി, കൊല്ലം പൂർത്തിയായിട്ടുമുണ്ട്, സക്കാത്ത് കൊടുക്കാൻ സൗകര്യം കിട്ടിയിട്ടുമില്ല. സൗകര്യം കിട്ടണമെങ്കിൽ ഫക്കീറന്മാരെയും ഒക്കെ എത്തിക്കണമല്ലോ, അർഹരായ ആൾക്കാരെ എത്തിക്കണം. അതിന് സൗകര്യം കിട്ടില്ല. അതിന് മുമ്പായിട്ട് ഒരൊട്ടകം നശിച്ചു. ഇപ്പം 120 ഉള്ളൂ. എങ്കിൽ സഖത്ത മിനൽ വാജിബി, വാജിബിൽ നിന്ന് വാജിബ് 3 ബിന്തുലബൂനാണല്ലോ. ഈ 3 ബിന്തുലബൂൻ എന്ന വാജിബിൽ നിന്ന് ഒഴിവാകും ജുസുൻ, ഒരു ഭാഗം ഒഴിവാകും. മിയത്തിം വൈഹിദ വൈശ്രീന ജുസൻ, 121 ജുസിൽ നിന്ന്. കാരണം 121 ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ഒരു ജുസ്. അപ്പോൾ ഈ 121 ഓരി വെച്ചിട്ട് അതിൽ ഒരു ഓരി ഒഴിവായി കിട്ടും എന്നാണ് ബലപ്പെട്ട അഭിപ്രായം. അപ്പോൾ കാൽ ഇസ്തഖ്രിയാൻ പറഞ്ഞില്ല എന്നാണല്ലോ പറഞ്ഞത്. അത് പ്രകാരം മുപ്പര് പറഞ്ഞത് ലായസ്ഖുദു ഷെയ്യുൻ, അങ്ങനെ 121 ഒട്ടണ്ടാണ്ട് ഒരു ഒട്ടകം നശിച്ചെന്നുള്ളത് കൊണ്ട് ഒരു ഷെയ് ഒഴിവാവില്ല. അവന് 3 ബിന്തുലബും കൊടുക്കന്നെ വേണം. അതിൽ 121 ഓരി വെച്ചിട്ട് ഒരു ഓരി ഒഴിവാക്കാൻ പറ്റൂല. പക്കാല ഇസ്തഖ്രിമാൻ പറഞ്ഞു, അയ്യല്ലാ 120 ഏറെ ഒരു മൃഗം ഒരൊട്ടകം അധികം ഉണ്ടെങ്കിൽ അതിനക്ക് ഒരു കിസ്തൊന്നും വാജിബ് എന്നുള്ളൊരു കിസ്ത് നിർബന്ധമാവില്ല എന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഫീമാ സാദ ബഅദു വാഹിദത്തിൻ, ഒരുത്തനക്ക് 120 ഒരൊട്ടകത്തിൻ്റെ ബഅദ് ഏറി, ഒരൊട്ടകം ഫുള്ളില്ല. ഒരൊറ്റക്ക് 120 ഒട്ടകമുണ്ട്, പിന്നെ വേറെ ഒരാളെ ഒട്ടകത്തിൽ ഇവൻ ഷെയറുണ്ട്, ആ ഒട്ടകത്തിൻ്റെ നിസ്ഫോ റുബുവ മറ്റവനൊക്കെ ഉണ്ട്. അവൻ 120 ഏറിക്കുണ്ടല്ലോ, 121 എത്തിയിട്ടുമില്ല. അങ്ങനത്തെ അടുത്ത് ഇസ്തഖ്രിമാൻ പറയുകയാണ് യജിബു സലാസു ബനാത്തിലബൂൻ, അവിടെ 3 ബിന്തുലബൂൻ തന്നെ കൊടുക്കണമെന്ന്. വസ്വഹീഹു, എന്നാൽ സഹിയായ അഭിപ്രായം അവിടെ ഓനക്ക് 120 ഉള്ളൂ, 121 എത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഹിക്കത്താനി 100 കൊടുക്കണ്ടേ, 2 ഹിക്ക കൊടുത്താൽ മതി, മറ്റേ 20 അഫാണെന്നാണ് ഒരഭിപ്രായം. അത് കഴിഞ്ഞു. ഇനി പറയാം വമാ ബൈനൻ നുസുബി, എന്നാൽ നിസാബുകളുടെ ഇടയിൽ പറഞ്ഞത് ഇപ്പോൾ 5 ഒട്ടകം കഴിഞ്ഞാൽ പിന്നത്തെ അടുത്ത നിസാബ് 10 ഒട്ടകമാണല്ലോ. അതുപോലെ തന്നെ 25 ഒട്ടകം കഴിഞ്ഞാൽ പിന്നെ 36 അടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളതായിരിക്കുന്ന എണ്ണങ്ങളാകുന്നത് അഫൂൻ, അതൊക്കെ അഫാണ്. എനിക്ക് സക്കാത്ത് നിർബന്ധമില്ല. അപ്പോൾ 5 ഒട്ടകം ഉള്ള ആൾ കൊടുക്കുന്നത് തന്നെ കൊടുത്താൽ മതി. 9 ഒട്ടകം ഉള്ളവന് ഇപ്പോൾ 4 ഒട്ടകം അഫാണ്. അതുപോലെ തന്നെ 25 ഒട്ടകമുള്ള ആൾ എന്താണോ കൊടുക്കുന്നത്, ഒരു ബിന്ദു മഹാദല്ലേ, അത് തന്നെ കൊടുത്താൽ മതി. 35 ഉള്ളവനോ ആ 10 അവിടെ അഫാണ്. 36 എത്തിയാൽ മാത്രം ബിന്ദുലബും കൊടുത്താൽ മതി. വഫിയ ഖൗലിൻ, എന്നാൽ ഒരു ലഈഫായ ഖൗലുണ്ട്, യതഅല്ലഖു ബിഹി, അല്ല നിസാബിൻ്റെ ഇടയിലുള്ളതിനോട് ബന്ധിക്കും. അൽ വാജിബു, വാജിബ് ബന്ധിക്കും. അയ്യത ഈ നിസാബിനോട് ബന്ധിക്കല്ല, എന്ന മാതിരി ഇടയ്ക്കുള്ളതിനോടും ബന്ധിക്കും. അപ്പോൾ 8 ഒട്ടകമുള്ളവനും അതുപോലെ തന്നെ 9 ഒട്ടകമുള്ളവനും 5ൻ്റെ മേലുള്ള 3നോടും 4നോടും ഒക്കെ ബന്ധിക്കും നടത്തും. അപ്പോൾ ഈ കൗല് ഇപ്പം ബലപ്പെട്ട പ്രകാരം അഫാണ്, ഒരു കൗല് പ്രകാരം വാജിബിനോട് ബന്ധിക്കും. അതിനെ തഫ്രിയ എന്ന് വെക്കുമ്പോൾ ഫലൂക്കാന മഴഹു, വല്ല ഒട്ടക മുതലാളിൻ്റെ കൂടെ ഉണ്ടായാൽ തിസ്ഉൻ മിനൽ ഇബിലി, ഒട്ടകത്തിൽ നിന്നുള്ള 9 ഒട്ടകമുണ്ട്. ഫതലിഫ മിൻഹ, അങ്ങനെ ആ 9 ഒട്ടകത്തിൽ നിന്ന് നശിച്ചു പോയാൽ അർബഉൻ, 4 ഒട്ടകം നശിച്ചു പോയി.
ബാദൽ ഹൗലി വഖബിർത്തമക്കുനി. ഒരു കൊല്ലം പൂർത്തിയാക്കിന്, പക്ഷേ സക്കാത്ത് കൊടുക്കാൻ സൗകര്യം കിട്ടിയിരുന്നില്ല. അതിൻ്റെ മുമ്പായിട്ട് 4 ഒട്ടകം നശിച്ചു പോയാൽ വജബത്ത് ഷാത്തുൻ, ഒരാട് നിർബന്ധമാണ്. വിലപ്പെട്ട ഈ പ്രകാരം. കാരണം ഒരു പറഞ്ഞത് ഇടയ്ക്കുള്ളതൊക്കെ മാഫാണ്, ബാക്കി 4 അഫ് എന്നല്ലേ, അപ്പം 5 ഇപ്പോഴും ഉണ്ടല്ലോ. അതുകൊണ്ട് വാല സാനി അഥവാ വഫീ ഖൗലിൻ യതഅല്ലഖു ബിഹിൽ വാജിബു എന്നാണല്ലോ. ഈ ഇടയ്ക്കുള്ളതിനോടും വാജിബ് ബന്ധപ്പെടും എന്ന സാനി പ്രകാരം ഹംസത്തു അത്സായി ഷാത്തിൻ, ഒരാടിൻ്റെ 9 തുസ്സുകളിൽ നിന്നുള്ള 5 തുസ്സ് കൊടുത്താൽ മതി. കാരണം ഒരു പറഞ്ഞ് ഈ ഇടയ്ക്കുള്ളിനോടും ബന്ധിക്കുന്നതാണ്. അപ്പോൾ 9 ഒട്ടകമുള്ളതായിരിക്കുന്ന ആൾക്ക് ഒരാട് കൊടുക്കുമ്പോൾ 9 ഓരോന്നിനെ തൊട്ടുമാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഒരൊട്ടകത്ത് ആടിനിപ്പോൾ 900 റുപ്യയാണെങ്കിൽ, അല്ലെങ്കിൽ 9,000 റുപ്യയാണെങ്കിൽ ആടെ 400 റുപ്യ ഒഴിവായി കിട്ടും. 500 റുപ്യ കൊടുത്താൽ മതി എന്ന് വരും. എപ്പോഴാണ് ഇങ്ങനെ ഹംസത്തു അത്സാ ഷാത്താണ് നിർബന്ധമാകുക എന്ന് സാനി പറയണത്? ഇൻകുൽന, നമ്മൾ പറഞ്ഞാൽ എന്ത്, അത്തമക്കുനു, സക്കാത്ത് കൊടുക്കാൻ സൗകര്യം ഉണ്ടാകുക എന്നുള്ളത് ഷർത്തുൻ, അത് ഷർത്താകുന്നത് ഫിൽ ലമാനി, മാലിക്ക് വാമിനാകുന്ന വിഷയത്തിൽ മാത്രമാണ്. ഓന് ഉത്തരവാദിയാകുക എന്നുള്ള വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. നല്ല വുജൂബിൻ്റെ വിഷയത്തിൽ ഷർത്തല്ല എന്നൊക്കെ ഒരു പഠിച്ചാൽ ബഹുൽ അദ്ഹറു. അങ്ങനെ ഈ തമക്കുന് എന്നുള്ളത് പിന്നെ വുജൂബിൽ ഷർത്തില്ല, ലമാനിൽ മാത്രമേ ഷർത്തുള്ളൂ എന്നതിലാണ് അദ്ഹറും. അദ്ഹർ ആ കൗല് പിടിച്ചാൽ നടത്തും. ആ കൗല് പിടിച്ചാൽ സാനി പ്രകാരം 5 തുസ്സ് കൊടുത്താൽ മതി. ഒരു ആടിൻ്റെ 5 തുസ്സ് കൊടുത്താൽ മതി. ഇനി വേറെ വിഷയത്തിൽ എടുക്കുക. ഇപ്പോൾ ബിന്ദുൽ മഹാദി, അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 25 ഒട്ടകമുള്ളതായിരിക്കുന്ന ആൾ ബിന്ദു മഹാദ് കൊടുക്കണം. അതിനെപ്പറ്റി വന്ന് വിവരിക്കുക. ബിന്ദു മഹാദായ ഒട്ടകമാകുന്നത് ലഹാസനത്തുൻ വ ത്വാനത്തി ഫിസാനിയത്തി, ആ ഒട്ടകത്തിനക്ക് 1 വയസ്സ് പൂർത്തിയാവുകയും 2-ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനത്തെ പെണ്ണൊട്ടകത്തിനേക്കാണ് ബിന്ദു മഹാദ് എന്ന് പറയാം. വൽ ലബൂനി, എന്നാ ബിന്ദു ലബൂനാകുന്നത് സനത്താനി വ ത്വാനത്തി ഫിസാലിസത്തി, അടക്കം നേരത്തെ മാതിരി ലഹാസനത്താനി എന്നുണ്ടാവും. മുമ്പത്തെ അറിയിച്ചിട്ട് കളഞ്ഞു പോയതാണ്. ആ ബിന്ദു ലബൂനിക്ക് 2 വയസ്സുണ്ടാവുകയും 3-ാം വയസ്സിൽ പ്രവേശിക്കുകയും ചെയ്തതാണ്. വൽ ഹിഖത്തു, എന്നാൽ ഹിക്കയാകുന്നത് 46 ഒട്ടകമുണ്ടെങ്കിൽ ഹിക്ക കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. ആ ഹിക്കയാകുന്നത് സലാസുൻ വ ത്വാനത്തി ഫിർ റാബിയത്തി, 3 വയസ്സ് പൂർത്തിയാവുകയും 4-ാം വയസ്സിൽ കടക്കുകയും ചെയ്തതാണ്. വൽ ജദഅത്തു, എന്നാൽ ജദഅത്ത് അഥവാ 61 ഒട്ടകമുണ്ടെങ്കിൽ ജദഅത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ ജദഅത്താകുന്നത് അർബഉൻ വ ത്വാനത്തി ഫിൽ ഖാമിസത്തി, 4 വയസ്സ് പൂർത്തിയാവുകയും 5-ാം വയസ്സിൽ പ്രവേശിക്കുകയും ചെയ്തതാണ്. വജ്ഹു തസ്മിയത്തി, ഇങ്ങനെ 1 വയസ്സ് പൂർത്തിയായി 2-ാം വയസ്സ് കടന്നതിലേക്ക് ബിന്ദു മഹാദ്, 2 വയസ്സ് പൂർത്തിയായി 3-ാം വയസ്സ് കടന്നതിലേക്ക് ബിന്ദു ലബൂന്, 3 വയസ്സ് പൂർത്തിയായി 4-ാം വയസ്സ് കടന്നതിലേക്ക് ഹിക്ക, 4 വയസ്സ് പൂർത്തിയായി 5-ാം വയസ്സ് കടന്നതിലേക്ക് ജദ എന്നൊക്കെ പേര് വെക്കാനുള്ള ന്യായമാകുന്നത് അന്നൽ ഊല, നിശ്ചയമായിട്ടും ആദ്യത്തെ അഥവാ 1 വയസ്സ് പൂർത്തിയായി 2-ാം വയസ്സിൽ കടന്ന പെണ്ണൊട്ടകമാകുന്നത് ആനലി ഉമ്മിഹ, ആ പെണ്ണൊട്ടകത്തിൻ്റെ മാതാവിനിക്ക് അവസരമായി അന്തക്കൂന, ആ അതിൻ്റെ മാതാവ് ആകാൻ അവസരമായി മഹാദി, ഗർഭിണികളിൽപ്പെട്ടതാകാൻ അവസരമായി, ഹവാമിലി, അതായത് ഗർഭിണികൾപ്പെട്ടതാകാൻ സാധ്യം. ഗർഭിണിൻ്റെ മൂടുന്നായല്ലോ, അന്നേക്കാണ് വിദ്യ മഹാദ് എന്ന് പറയുന്നത്. അന്നസാനിയത്ത, എന്നാൽ 2-ാമത്തത് 2 വയസ്സ് പൂർത്തിയായി 3-ാം വയസ്സ് കടന്ന പെണ്ണൊട്ടകമാകുന്നത് ആനലി ഉമ്മിഹ, ആ പെണ്ണൊട്ടകത്തിൻ്റെ മാതാവിനിക്ക് അവസരമായി അന്തലിത ഫതസിറ ലബൂന, ആ മാതാവ് 2-ാമതൊന്ന് പ്രസവിച്ചിട്ട് പാലുടേതാകല്ലേ. ഇപ്പം പാലുടേതിൻ്റെ മൂടെന്നുള്ളവർക്ക് ബിന്ദു ലബൂന്ന് പേരിട്ടു. അന്നസാരിസത്ത, എന്നാൽ 3 വയസ്സ് കടന്ന് 3 വയസ്സ് പൂർത്തിയായി 4-ാം വയസ്സ് കടന്നതിനക്ക് ഹിക്കാന്നാണല്ലോ പറഞ്ഞത്. അതിൻ്റെ ന്യായം എന്താ? ഇസ്തഹക്കത്ത്, അങ്ങനെ 3 വയസ്സ് പൂർത്തിയായ പെണ്ണൊട്ടകം അവകാശമാക്കി യത്രുക്കൽ ഫഹ്ലു, കൂറ്റനൊട്ടകം അതിനെ ജിമാ ചെയ്യുന്നക്ക്, അതിൻ്റെ മേൽ ബന്ധപ്പെടാനുള്ളതായിരിക്കുന്ന ഒരു ശക്തിയിലേക്ക് എത്തി. അതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടെന്നൊരു അഭിപ്രായം. ഔവൻ തുറക്കബ വയുഹ്മലാലിഹ, ഇനി അതല്ല അതിൻ്റെ മോൾ വാനം കയറപ്പെടാനും ലോഡ് കയറ്റപ്പെടാനും ഒക്കെ ലഗേജ് കയറ്റപ്പെടാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന ഒരു പ്രായത്തിലേക്ക് എത്തിയത്. അങ്ങനെ എന്നത് കൗല 2 കൗല. ഒരഭിപ്രായ പ്രകാരം അതിൻ്റെ ആൺമൃഗം അതിന് ജിമാ ചെയ്യാനുള്ള പ്രായത്തിലേക്ക് അത് എത്തി. മറ്റേ അഭിപ്രായം അതിൻ്റെ മോൾ വാഹനം കയറാനും ലോഡ് കയറ്റപ്പെടാനും ഒക്കെ കഴിയുന്നുള്ള എൻ്റെ അഭിപ്രായം. അന്നർ റാബിയത്ത, പിന്നെ 4-ാമത് പറഞ്ഞ ജദ, അഥവാ 4 വയസ്സ് പൂർത്തിയായി 5-ാം വയസ്സ് കടന്ന് എനിക്ക് ജദ എന്ന് പേര് വെക്കാൻ കാരണം എന്താ?
അത് തുജിദിയു മുഖദ്ദമ സ്നാനിഹ അതിനെ മുൻപല്ലുകളെ കൊഴിക്കാൻ തുടങ്ങും. ഐ തുസ്കിത്തു മുൻപല്ല് കൊയ്യാൻ തുടങ്ങും. അത് നിലക്കാണ് ജദാന്ന് പേരിട്ടത്. വഷാത്തുൽ മദ്കൂറത്തു എന്നാൽ അവിടെയൊക്കെ പറയപ്പെട്ട ഷാത്ത് അഥവാ 5 ഒട്ടകമുണ്ടെങ്കിൽ 1 ഷാത്ത് കൊടുക്കണം, 10 ഒട്ടകമുണ്ടെങ്കിൽ 2 കൊടുക്കണം, 20 ഉണ്ടെങ്കിൽ 4 കൊടുക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. ആ പറഞ്ഞ ആടാകുന്നത് ജദഅത്തുലൈനിൻ ഒരു ലൈൻ എന്നുള്ളൊരു ജദയാണ്. എന്താ ജദഅത്തുലൈൻ പറഞ്ഞാൽ ലഹാസനത്തുൻ വദഖലത്തി ഫിത്താനിയത്തി 1 വയസ്സ് പൂർത്തിയായി 2-ാം വയസ്സ് കടന്നത്. വക്കീലാനി പറയപ്പെട്ടു സിത്തത്തു അശ്വിനൗസിൻ അല്ല 1 വയസ്സ് പൂർത്തിയാകേണ്ട 1/2 വയസ്സ് മതി, അഥവാ 6 മാസം മതിയെന്ന്. അപ്പം പറയപ്പെട്ട ഷാത്ത് ഒന്നുകിൽ 1 വയസ്സ് പൂർത്തിയായ ജദഅത്തുലൈനാണ്, ഔ സെനിയത്ത് മാസിൻ അല്ലെങ്കിൽ സെനിയത്ത് മാസാണ്. മാസ് എന്നുള്ള സെനിയത്ത്. ഇതാ സെനിയത്ത് പറഞ്ഞാൽ ലഹാസനത്താനി വദഖലത്തി ഫിത്താലിസത്തി 2 വയസ്സ് പൂർത്തിയായി 3-ാം വയസ്സ് കടന്ന്. വക്കീലാനി പറയപ്പെട്ടു സനത്തുൻ അല്ല 2 വയസ്സ് പൂർത്തിയാവേണ്ട 1 വയസ്സ് പൂർത്തിയായാൽ തന്നെ സെനിയത്ത് എന്ന് പറയുന്ന ഒരു അഭിപ്രായം. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഷാത്ത് ഒന്നുകിൽ 1 വയസ്സ് പൂർത്തിയായ ജദഅത്തുലൈന് അല്ലെങ്കിൽ 2 വയസ്സ് പൂർത്തിയായ സെനിയത്ത് മാസ് ഇതാണ് വരപ്പെട്ടത്. വമാദുക്കിറ ഈ പറയപ്പെട്ടത് അഥവാ 1 വയസ്സ് പൂർത്തിയായതെന്ന് ജദഅത്തുലൈനെ പറ്റി 2 വയസ്സ് പൂർത്തിയായ മാസിനെ പറ്റി പറഞ്ഞില്ല. അത് തഫ്സീറുൽ ജദഅത്തി വസനിയത്തി, അത് ജദഅത്ത് സനിയത്തിനൊക്കെയുള്ള വിശദീകരണമാണ്. ജദഅത്തിനൊക്കെയുള്ള തഫ്സീറാണ് 1 വയസ്സ് പൂർത്തിയായത്, സനിയത്തിനൊക്കെയുള്ള തഫ്സീറാണ് 2 വയസ്സ് പൂർത്തിയായെന്നുള്ളത്. സവാവും കാനത്ത മിനൽ ലൈനി അമ്മിനൽ മാസി അത് നെയ്യാടുന്നാവട്ടെ കോലാടുന്നാവട്ടെ രണ്ടായാലും അങ്ങനെ തന്നെ തഫ്സീർ. അപ്പോൾ ഖായിലുൽ അവലി ആദ്യത്തെ പറഞ്ഞ വെച്ചാൽ 1 വയസ്സാകണം ജദഅത്ത് ലൈനാകണമെങ്കിൽ 2 വയസ്സാകണം സനിയത്ത് മാസാകണം എന്ന് പറഞ്ഞവർ ഫിഹ ഈ ജദഅത്തിലും ലൈനിലും ഒക്കെ അഥവാ ജദഅത്തിൽ 1 വയസ്സ് സനിയത്തിൽ 2 വയസ്സ് എന്ന് പറഞ്ഞ കൂട്ടർ വാഹിദൻ ഒരു കൂട്ടരാണ്. വക്കഥ ഇങ്ങനെ രണ്ടിലും ഉള്ള അവർ ഒരാളായ മാതിരി ഖായിലുസാനി സാനിയുടെ കായിൽ അഥവാ ജദഅത്തുലൈനിക്ക് 6 മാസം മതി എന്ന് പറഞ്ഞവരും അതുപോലെ സനിയത്ത് മാസിനിക്ക് 1 കൊല്ലം മതി എന്ന് പറഞ്ഞവരും ഒരു കൂട്ടരാണ്. വക്കുയ്യത്തി ഷാത്തു ഷാത്തിനക്ക് ഖൈദ് കൊടുക്കപ്പെട്ടു ബിൽ ജദഅത്തി അത് അവി സനിയത്തി ജദഅത്ത് ലൈനാകണം അല്ലെങ്കിൽ സനിയത്ത് മാസാകണം എന്ന് ഖൈദ് കൊടുത്തത് ഹംലലിൽ മുത്തലക്കി മുത്തലക്കിന് ഇവിടൊക്കെ ഷാത്തുന്നേ വന്നിട്ടുള്ളൂ, മുത്തലക്കായിട്ടാണ് വന്നത്. അതിനെ ചുമത്തി എന്തിൻ്റെ മേൽ ചുമത്തി അലൽ മുഖയ്യദ് ഫിൽ ഉളുഹിയത്തി ഉളുഹിയത്തിൽ കൈത് കൊടുക്കും. ഉളുഹിയത്തിൽ അങ്ങനെ കൈത് കൊടുത്തിക്കണം. കാരി ജദഅത്ത് അല്ല ജദഅത്ത് ലൈന് അതിന് കാരി സനിയത്ത് അല്ല സനിയത്ത് മാസെന്ന്. അപ്പോൾ അങ്ങനെ അതിൻ്റെ മേൽ കൈത് പിന്നെ ഇത്തല ഹംലാക്കിയിട്ടാണ് അങ്ങനെ വന്നത്. വൽ അസുഹു എന്ന പ്രബലമായ അഭിപ്രായമാകുന്നത് അന്നഹു നിശ്ചയമായിട്ടും ഈ ആട് നിർബന്ധമാകുന്നത് 24 വരെയല്ലോ ആട് 24 വരെയുള്ള ഒട്ടകത്തിൻ്റെ മുതലാളി മുഖയ്യറുന ഇഷ്ടാനുസരണം നൽകപ്പെട്ടവനാണെന്നാണ്. ബൈനഹുമ അത് രണ്ടിനിടയിൽ പറഞ്ഞാൽ ഐ ബൈനുല്ലാഹി വൽ മാസി നെയ്യാടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ 1 വയസ്സുള്ള അല്ല 2 വയസ്സുള്ള കോലാട് രണ്ടിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. മിൻഹനമിൽ വരുതി അയാളെ നാട്ടിലെ ആടുകളെ കൊടുന്ന് ഏതാണോ ഇഷ്ടമുള്ളത് ഏത് കൊടുക്കുക എന്നുള്ളതാണ്. വലായത്തായ്യനു നിജമാകൂല ഖാലിബു ഖനമിൽ വരുതി അന്നാട്ടിലെ ഖനമെന്ന് ഖാലിബ് അന്നാട്ടിലെ ഖനമ് ലൈനാണ് നാഗരിനെ കൊടുക്കണമെന്നില്ല, അവിടെ മഴസ് കൊടുക്കുക. ഇല്ല മഴസാണ് അവിടെ ഖാലിബ് എന്നാൽ മഴസിനെ കൊടുക്കണമെന്നില്ല, ലൈനും കൊടുക്കാമെന്നർത്ഥം. ഫസാനി എന്ന അസുഹിൻ്റെ മുക്കാബിലയാകുന്നത് യത്തായ്യനുൽ ഖാലിബ് മിൻഹ അന്നാട്ടിലെ ആടുന്ന ഏതാണോ ഖാലിബ് കൊടുക്കണം. ലൈനാണ് ഖാലിബെങ്കിൽ കൊടുക്കണം. അതാണ് ഫൈനിസ്തവയ 2 ഐറ്റവും ഒരേമാതിരിയാണ്. ലൈനും മാസും ഒരേമാതിരി ഉണ്ടെങ്കിലോ തഹയ്യറ വൈനുമാ രണ്ടും ഏത് വേണമെങ്കിലും ഇഷ്ടം പ്രവർത്തിക്കുക. വലായജൂസുൽ ഉദൂലു ഈ സാനി പ്രകാരം തെറ്റൽ ജായിസല്ല അൻ ഖനമിൽ ബലദി അന്നാട്ടിലെ ആട്ടിനെയും വിട്ട് അന്നാട്ടിലെ ഖനമ് മഴസാണെങ്കിൽ ലൈനിലേക്കോ ഇന്ന് ലൈനാണെങ്കിൽ മഴസിലേക്കോ തെറ്റാൻ പറ്റൂല. ഇല്ലാ ബി ഖൈരി മിൻഹ അന്നാട്ടിലെ ഖനമിനേക്കാൾ ഖൈറായതുകൊണ്ടല്ലാതെ. എങ്ങനെ ഖൈറാകണം? കീമത്തിൽ കൂടി ഖൈറാകണം. ലൈനേക്കാൾ കൂടുതൽ കീമത്താടെ മഴസിനേക്കാണ് എന്നാൽ മഴസിലേക്ക് തെറ്റാം. ഔ മിസ്ലിഹ അല്ലെങ്കിൽ അതിൻ്റെ മിസ്രി അതിൻ്റെ അതേ വില കിട്ടുന്നതാകണം എന്നാണ് വിലപ്പെട്ട അഭിപ്രായം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.